പ്രതിസന്ധിക്കകത്ത് നിൽക്കുമ്പോഴും ദൈവം തന്നെ ദൂതനെ അയച്ച് സ്തോത്രം പത്രോസിനെ വിടുവിക്കുമ്പോൾ കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്നു, യജമാനന്മാരെ, ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? സ്തോത്രം. തിരുവെഴുത്തിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഈ ദേശത്തോട് വിളിച്ചു പറയുവാനുള്ളത്, രക്ഷയ്ക്ക് വേണ്ടി ഇനിയും പല വഴികൾ ഓടണ്ട, ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. യേശു മരിച്ചത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല. യേശു മരിച്ചത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ ഇല്ല, കുചേലനെന്നോ കുബേരനെന്നോ ഇല്ല, കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ല. ജാതി വർഗ വർണ്ണ വ്യത്യാസങ്ങൾ കൂടാതെ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പാപം നിറഞ്ഞ ഭൂമിയിൽ പാപമില്ലാത്തവനായി കടന്നു വന്ന യേശുവിനെ ഹൃദയത്തിന്റെ അകത്ത് സ്വീകരിക്കാമെങ്കിൽ നിന്റെ പാപം ഇന്ന് രാത്രി ക്ഷമിക്കപ്പെടുകയാ. നിന്റെ രോഗം ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കുകയാ. 12 വർഷത്തോളം രക്തസ്രാവത്താൽ ഭാരപ്പെട്ട സ്ത്രീ പല വൈദ്യന്മാരിലും ആശ്രയിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കാതുകളിൽ കേട്ടു, യേശു ഈ തെരുവിധിയിലൂടെ കടന്നു പോകുന്നു. അവൾ ഹൃദയത്തിൽ ആഴമായി വിശ്വസിച്ചു, യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ എനിക്കൊന്ന് തൊട്ടാൽ മതി. അവൻ എന്നോട് കൽപ്പിക്കണ്ട, അവൻ എന്നെ ശാസിക്കണ്ട, അവന്റെ വസ്ത്രത്തിന്റെ തുമ്പിൽ എനിക്കൊന്ന് തൊട്ടാൽ എന്റെ രോഗം സൗഖ്യമാകുമെന്നുള്ള വിശ്വാസത്തിന്റെ വേലിയേറ്റം അവളുടെ ഹൃദയത്തിനകത്ത് വെളിപ്പെട്ടപ്പോൾ സകല മനുഷ്യരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അരിമനാഥനായ യേശു യെരിഹോവിന്റെ തെരുവിധിയിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ വസ്ത്രത്തിൽ ഓടിച്ചെന്ന് തൊട്ടവളുമേൽ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിച്ചു. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ മീറ്റിംഗിൽ ഇന്ന് രാത്രി നീ സംബന്ധിക്കുമ്പോൾ ചില വിഷയങ്ങളുടെ നടുവിൽ ഞരങ്ങിക്കൊണ്ടായിരിക്കാം, ആരോടും തുറന്നു പറയാത്ത ചില വേദനയുടെ നടുവിലായിരിക്കാം. കുടുംബ പ്രശ്ന നിമിത്തം നീ തകർക്കപ്പെട്ട വ്യക്തിയായിരിക്കാം, രോഗം നിമിത്തം നീ തകർക്കപ്പെട്ട വ്യക്തിയായിരിക്കാം, സാമ്പത്തിക കടബാധ്യതകൾ നിമിത്തം നീ തകർക്കപ്പെട്ട വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നിനക്ക് വേണ്ടിയായി വേദി ഒരുക്കിയത്, നിനക്ക് വേണ്ടിയായി പ്രസംഗം ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് നിന്നെ തേടിയോ യേശുവിനകത്ത് ഇന്ന് രാത്രി വന്നത്. അതുകൊണ്ട് വിളിച്ചു പറ, കർത്താവേ, എന്റെ വിഷയത്തിനകത്ത് ഒരു വിടുതൽ തരുമാറാകണമേ. രാത്രി മുഖം നോക്കാതെ വിടുതൽ തരുന്ന അരിമനാഥനിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ സ്തോത്രം തകർന്ന അവസ്ഥയുടെ നടുവിൽ, നീർന്ന വിഷയങ്ങളുടെ നടുവിൽ, മറ്റുള്ളവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാതെ, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുവാൻ കഴിയാതെ ഒറ്റപ്പെട്ട അവസ്ഥയുടെ നടുവിൽ ഒരു കുറുമ്പ്രാവ് കുറുങ്ങുന്നത് പോലെ കുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, അവൻ നിന്നെ സൗഖ്യമാക്കുന്നവൻ, നിന്റെ വിഷയത്തെ അവൻ വിടുവിപ്പാൻ കഴിവുള്ളവന്റെ കരം ഇന്ന് രാത്രി കുറുതായി പോയിട്ടില്ല. നീ യേശുവിൽ വിശ്വസിക്ക്, അവൻ നിന്നെ രക്ഷിക്കാനിടയായി തീരും. അപ്പോസ്തലപ്രവൃത്തി 2:12 ഇങ്ങനെ നാം വായിക്കുന്നു. സ്തോത്രം. എന്താ സ്തോത്രം? കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, അല്ലേ? എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്തോത്രം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, വേറൊരു വഴികളുമില്ല. സ്തോത്രം. ഇന്ന് രാത്രി പറയട്ടെ, ഒരേ ഒരു വഴിയുള്ളൂ. ഒന്നര വഴിയില്ല, 1.25 വഴിയില്ല, ഒരേ ഒരു വഴി. ഇന്ന് രാത്രി ഞാൻ ഉയർത്തി കാണിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. സ്വാതന്ത്ര്യ ദിനത്തിന്റെ 79ാം വർഷം കൊണ്ടാടുമ്പോഴും വിളിച്ചു പറയട്ടെ, ഇന്ത്യക്ക് 2025 വർഷങ്ങൾക്കപ്പുറത്ത് മനുഷ്യരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി പാപമില്ലാത്തവനായി ഈ ഭൂമിയിൽ വന്നു. സ്തോത്രം. എബ്രായ ലേഖന കർത്താവ് ഇങ്ങനെ പറയുന്നു, അവൻ മരണം ആസ്വദിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ചില വേദപണ്ഡിതന്മാർ പറയുന്നു, യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശ് മരണത്തെക്കുറിച്ച് ഏലിയാവും മോശയും സ്തോത്രം വാനമേഘത്തിൽ വന്ന് അവനോട് പറയുമ്പോൾ യേശു ഗെത്സമനയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ
ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. സ്തോത്രം. മെഡിക്കൽ ഫീൽഡ് പറയുമ്പോൾ സ്തോത്രം, ഒരു മനുഷ്യൻ്റെ അവന് സഹിക്കാൻ പറ്റാത്ത വേദന അവൻ്റെ അകത്ത് വ്യാപരിക്കപ്പെടുമ്പോഴാ സ്തോത്രം അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറുന്നത്. യേശുവിൻ്റെ വിയർപ്പ് രക്തത്തുള്ളികളായി മാറി സഹിക്കുവാൻ പറ്റാത്ത ആ രോധനയുടെ ശബ്ദം ആ ഗദസമന ഉയർന്നു വരുവാൻ ഇടയായി തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, എന്തിനാണെന്നറിയാവോ? എൻ്റെയും നിന്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, എന്നെയും നിന്നെയും വീണ്ടെടുക്കുവാൻ വേണ്ടി, എന്നെയും നിന്നെയും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കാൻ തീർക്കാൻ വേണ്ടി യേശു ആ കഠിനമായിരിക്കുന്ന പ്രയത്നം തൻ്റെ ചുമലിൽ ഏറ്റെടുക്കുവാനിടയായി. അതുകൊണ്ടാണ് സ്തോത്രം തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, സ്തോത്രം, മരണത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഉലകമഹാന്മാർ അഖിലരും ഉറങ്ങുന്ന കല്ലറകളുണ്ട്. എന്നാൽ പാലസ്തീൻ്റെ മണ്ണിൽ സ്തോത്രം യേശുവിൻ്റെ കല്ലറയുടെ പ്രത്യേകത, സകല കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ യേശുവിൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നു. സ്തോത്രം. അവിടെ ഇസ്രയേൽ ഗവൺമെൻറ് ആളെ നിർത്തി പറഞ്ഞു കൊടുക്കുക, അവിടെ കാണാൻ വരുന്ന ടൂറിസ്റ്റുകളോട് നിങ്ങൾ പറയണം, യേശു ഇവിടെ ഇല്ല, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വരുന്ന ആ കല്ലറ കിടന്ന ആളുകളോട് അവിടെ നിൽക്കുന്ന ഗൈഡ് പറഞ്ഞു കൊടുക്കും, യേശു ഇവിടെ ഇല്ല, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഒരുത്തൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടില്ല, അതും എൻ്റെ കർത്താവിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. മാത്രമല്ല പ്രിയമുള്ളവരെ, ഇന്ന് തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ടെങ്കിൽ യേശുവിൻ്റെ കല്ലറയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉലകമഹാന്മാരുടെ കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ യേശുവിൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അത് വിളിച്ചറിയിക്കുന്ന ഒരു സത്യം, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തു വരരുതെന്ന് ആ സ്തോത്രം വളരെ ശക്തമായി അവർ തിരിച്ചറിഞ്ഞിട്ട് വലിയ പാറയെ അതിനെ ഉരുട്ടി വെച്ച് കല്ലറ ഗുഹാമുഖം മൂടി. റോമൻ ഇംപീരിയൽ മുദ്ര ഇവിടെ പതിപ്പിച്ചു. റോമൻ പടയാളികളെ അവിടെ കാവൽ നിർത്തി. എന്താ? യേശു ഈ കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തു വരരുത്. എന്നാൽ ദൈവവചനം വായിക്കുന്നവർക്കറിയാം, പഠിച്ചവർക്കറിയാം, തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, തിരുവെഴുത്തും പ്രകാരം അവൻ 3-ാം ദിവസം കല്ലറകളെ ഭേദിച്ചുകൊണ്ട്, റോമൻ ഇംപീരിയൽ മുദ്രകളെ തകർത്തുകൊണ്ട്, റോമൻ സാമ്രാജ്യത്തിന്റെ ശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ തിരിച്ചറിയുക, യേശുവിനെ പിടിച്ചു വെക്കുവാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർ സ്തോത്രം തോറ്റവന്റെ കൂടെയല്ല, ജയിച്ചവന്റെ കൂടെയാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പറ, എൻ്റെ പരാജയങ്ങൾ വിജയമായി മാറാൻ പോകുകയാ, എൻ്റെ ഞെരുക്കങ്ങൾ വിശാലതയിലേക്ക് വരാൻ പോകുകയാ, എൻ്റെ രട്ടുമാറി എന്നെ ഉത്സവം ധരിപ്പാൻ പോകുകയാ, എൻ്റെ സങ്കടം മാറ്റി എനിക്ക് ആനന്ദം തരാൻ വേണ്ടി